പൂക്കി സ്റ്റാർ ജിതിന്റെ കഥ. കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള തൈക്കൂടം എന്ന സ്ഥലത്താണ് ജിതിൻ താമസിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ അവൻ കായൽക്കാറ്റേറ്റ് ഉണരും. ഇൻഫോപാർക്കിലെ ജോലിത്തിരക്കുകൾക്കിടയിലും അവന്റെ മനസ്സ് എപ്പോഴും കൊച്ചിയുടെ ഭംഗിയിലായിരുന്നു. എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഇൻഫോപാർക്കിലെ തന്റെ ഡെസ്കിനു മുന്നിലിരുന്ന് കോഡിംഗ് ചെയ്യുമ്പോഴും ജിതിന്റെ ചിന്തകൾ പുറത്തെ ലോകത്തായിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിലെ അക്കങ്ങളേക്കാൾ അവനെ ആകർഷിച്ചത് കൊച്ചിയിലെ തെരുവുകളും അവിടുത്തെ രുചികളുമായിരുന്നു. അവൻ തന്റെ സ്വപ്നങ്ങളെ ഒരു ചെറിയ ഡയറിയിൽ കുറിച്ചിട്ടു. അങ്ങനെ ഒരു ദിവസം അവൻ വാണ്ടറിൻ കോച്ചി എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. കൊച്ചിയിലെ അധികമാരും അറിയാത്ത ഇടങ്ങളും തനതായ ഭക്ഷണവിഭവങ്ങളും ലോകത്തിന് കാണിച്ചുകൊടുക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ തന്റെ പഴയ ഫോണുമായി തെരുവിലിറങ്ങി. ജിതിന്റെ സുഹൃത്തായ അഭിയും അവനൊപ്പം കൂടി. അഭി ഒരു മികച്ച ക്യാമറമാനായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് കൊച്ചിയിലെ ഓരോ മുക്കും മൂലയും അരിച്ചുപെറുക്കി. നമുക്കിത് പൊളിക്കണം ജിതിൻ, അഭി ആവേശത്തോടെ പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ ജിതിൻ കൊച്ചിയിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ പോയി വീഡിയോകൾ ചിത്രീകരിച്ചു. മെറൈൻ ഡ്രൈവിലെ സൂര്യാസ്തമയവും മട്ടാഞ്ചേരിയിലെ പുരാതന തെരുവുകളും അവന്റെ ക്യാമറയിൽ മനോഹരമായി പതിഞ്ഞു. അവൻ ഒരു യഥാർത്ഥ കൊച്ചിക്കാരനായി മാറി. പെട്ടെന്നാണൊരു അത്ഭുതം സംഭവിച്ചത്. ജിതിൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്തു. ജിതിൻ പെട്ടെന്നൊരു സെലിബ്രിറ്റിയായി മാറി. ആളുകൾ അവനെ സ്നേഹത്തോടെ പൂക്കി സ്റ്റാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇൻഫോപാർക്കിലെ ഓഫീസിലെത്തിയപ്പോൾ ജിതിനെ കാത്തിരുന്നത് വലിയൊരു സർപ്രൈസായിരുന്നു. അവന്റെ സഹപ്രവർത്തകയായ മായ ഓടിവന്ന് അവനൊരു കേക്ക് നൽകി. നമ്മുടെ പൂക്കി സ്റ്റാറിന് അഭിനന്ദനങ്ങൾ, മായ സന്തോഷത്തോടെ പറഞ്ഞു. ഓഫീസിലെ എല്ലാവരും അവനെ വളഞ്ഞു. ജോലിക്കിടയിലും തന്റെ പാഷൻ കൊണ്ടുപോകാൻ ജിതിൻ കഠിനാധ്വാനം ചെയ്തു. പകൽ സമയത്ത് അവൻ ഇൻഫോപാർക്കിലെ മിടുക്കനായ ടെക്കിയായിരുന്നു. രാത്രിയിൽ അവൻ കൊച്ചിയുടെ കഥകൾ പറയുന്ന പൂക്കി സ്റ്റാറും. ഈ രണ്ട് ജീവിതങ്ങളും അവൻ ഒരേപോലെ ആസ്വദിച്ചു. ഒരു ദിവസം വഴിയിൽ വെച്ച് രാഹുൽ എന്ന ഒരു ആരാധകൻ ജിതിനെ തടഞ്ഞു നിർത്തി. ചേട്ടാ, നിങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ടാണ് ഞാൻ കൊച്ചി കാണാൻ വന്നത്, രാഹുൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജിതിന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ അധ്വാനം സഫലമായെന്ന് അവന് തോന്നി. ഇന്ന് തൈക്കൂടത്തെ ആ സാധാരണക്കാരൻ ജിതിൻ കൊച്ചിയുടെ അടയാളമാണ്. വാണ്ടറിൻ കോച്ചി എന്ന പേജിലൂടെ അവൻ നഗരത്തിന്റെ ആത്മാവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആർക്കും ഒരു പൂക്കി സ്റ്റാർ ആകാം എന്ന് അവൻ തെളിയിച്ചു.